Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ OnePlus 13ന്റെ റീറ്റെയിൽ ബോക്സ് ആണ്. 16 GB 512 GB വേരിയന്റ് ആണ്. ബ്ലാക്ക് കളർ ആണ്. ആമസോണിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു 75000 രൂപയുടെ താഴെ നിങ്ങളൊരു കിഡിലൻ സ്മാർട്ട് ഫോൺ, പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് പ്രൊസസ്സറുള്ള നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 പ്രൊസസ്സറുള്ള ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഹൈലി റെക്കമെൻഡ് സാധനമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ലോങ് യൂസറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് OnePlus 13 സീരീസ് തൊട്ട് OnePlus ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ വാറന്റി ഡിസ്പ്ലേന് വരുന്നുണ്ട്. അതുപോലെ തന്നെ 180 days മദർ ബോർഡ് ഇഷ്യൂന് അവർ റീപ്ലേസ്മെന്റ് വാറന്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഭയങ്കര ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ആയാലും, ഐഫോൺ ആയാലും സാംസങ് ആയാലും ഏത് പിക്സൽ ആയാലും ഏത് ബ്രാൻഡ് ആയാലും ഔട്ട് ഓഫ് വാറന്റി ഇപ്പോൾ ഇഷ്ടം പോലെ ഡിവൈസുകൾക്ക് ആഫ്റ്റർ അപ്ഡേറ്റ് നമ്മുടെ ഡിസ്പ്ലേ അടിച്ച് പോകുന്ന പരിപാടി ഉണ്ട്. ഇപ്പോൾ ഇത് ഇപ്പം എൻ്റെ ഈ ഫോണും ഇപ്പോൾ വാറന്റിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഞാൻ സുഖമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇതിന് എന്താ പറയുക എക്സ്റ്റൻഡ് വാറന്റി എടുക്കണമെന്ന് തന്നെ ആലോചിച്ചിട്ടിരിക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഐഫോൺ മെയിനായിട്ട് ഞാൻ 13 മാറ്റിയിട്ട് 15 എടുക്കാൻ മെയിൻ കാരണം ഇതായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഇതടിച്ചു പോയിട്ട് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളപ്പോൾ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ലോങ് യൂസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആക്ച്വലി ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ആകെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, ഹൈലി റെക്കമെൻഡ് അല്ല, ആകെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഐഫോൺ അല്ല OnePlus മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് എന്താ പറയുക, ഇപ്പം നമുക്ക് കത്തരയും സംഭവമൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇങ്ങനത്തെ ഒരു സീലിംഗ് ആണ്. പക്ഷെ എപ്പോഴും പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കളഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയാം നമ്മുടെ ആപ്പിളും സംഭവമൊക്കെ അതിൻ്റെ പേരിൽ എന്താ പറയുക പ്ലാസ്റ്റിക് ഫ്രീ എന്ന് പറഞ്ഞിട്ട് തന്നെ കുറേ നേടുന്നുണ്ടല്ലോ. അപ്പോൾ ഇവര് പ്ലാസ്റ്റിക് ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ 79,999 രൂപയാണ് MRP കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കും സെല്ലിംഗ് പ്രൈസ് 75,000 സംതിങ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ICC കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ICC കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് 5,000 രൂപ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഓൾമോസ്റ്റ് 70,000 രൂപയ്ക്ക് നിങ്ങൾ ഒരു കിഡിലൻ സ്മാർട്ട് ഫോണാണ്. പ്രത്യേകിച്ച് 512 GB 16 GB വേരിയന്റ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക നമ്മുടെ S23 Ultra നിങ്ങൾക്ക് ആക്ച്വലി ആമസോൺ ത്രൂ ഈ പ്രൈസിനാണ് ഓൾമോസ്റ്റ് വാങ്ങിക്കാൻ പറ്റും. അത് 256 GB 12 GB ആണ്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് IQ30 വാങ്ങിക്കാൻ പറ്റും. പക്ഷേ IQ30 നിങ്ങൾ ഗെയിമിംഗ് ഫോൺ ആണെങ്കിൽ മാത്രം IQ30 ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് OnePlus തന്നെ പോട്ടെ. ഇതും ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ അത് നിങ്ങൾക്ക് അറിയേണ്ട ഓൾറെഡി. പിന്നെ ബ്ലാക്ക് എക്ലിപ്സ് അങ്ങനെ ഒരു മോഡലാണ്. ഇതിൽ നമുക്കൊരു ബ്ലൂ കളർ ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് ബാക്ക് ഗ്ലാസ് ആവില്ല, എന്താ പറയുക ലെതർ ഫിനിഷ് ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ ഇവിടെ ഓൺലി സെയിൽ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാറന്റി ഇന്ത്യ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ബോക്സ് നല്ല സൈസുള്ള ബോക്സാണ്. നമ്മുടെ സാംസങ്ങിൻ്റെയും പിക്സലിൻ്റെയും ഐഫോണിൻ്റെയും പോലെ ഒന്നല്ല. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ കുട്ടി ബോക്സ് അല്ല, ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട്. എന്താ കിട്ടാത്തത് വായോ, സാധാരണ സ്മൂത്തായിട്ട് വരാനുണ്ടല്ലോ. ഇതിൽ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടണമില്ലല്ലോ. ഞാനൊന്നും എടുക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. അതൊരു സീലുണ്ടായിരുന്നു, പൊട്ടിക്കാൻ പറഞ്ഞാൽ കേട്ടോ, കാരണം അല്ല, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് ഇങ്ങനെ വരേണ്ടതാണ് കണ്ടു. അല്ലെങ്കിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളിത് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ സാധനം സീൽ പൊട്ടിച്ചിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ 13 മാർക്കിങ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നെവർ സെറ്റിൽ അവരുടെ സംഭവം വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ പോച്ചാണ്. ഇതിൽ നമുക്ക് കേസ് ഉണ്ടെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്റ്റിക്കറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫോൺ തന്നെ നമുക്ക് ആദ്യം എടുക്കാം. എന്താ ഫോൺ നമുക്ക് എടുത്ത് ഞാൻ കേട്ടില്ല, ലൈറ്റ് വെയിറ്റ് ആണല്ലോ. 6000 mAh ബാറ്ററി സാധനത്തിൽ. എന്ത് ലൈറ്റ് വെയിറ്റാ ഇത്! എൻ്റെ സാംസങ്ങിനായിട്ട് ലൈറ്റ് വെയിറ്റാ. 5000 mAh ഉള്ള ബാറ്ററി ഉള്ള സാംസങ്ങിനായിട്ടും ലൈറ്റ് വെയിറ്റ്. ഇത് എന്ത് പരിപാടി? അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറ്റി വയ്ക്കാം. നമുക്കിപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക വേറെ OnePlusൻ്റെ റെഡ് കേബിൾ വരുന്നുണ്ട്. Type A to Type C ആണ് കേട്ടോ, Type C to Type C അല്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. PD ചാർജിങ് സപ്പോർട്ടല്ല. അപ്പോൾ ഇത് 80 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ബ്രിക്ക് എന്നാണ് ഞാൻ പറയേണ്ടി വരും. എൻ്റെ ഉണ്ട് ഓൾറെഡി OnePlusൻ്റെ വേറെ ബ്രിക്ക്. അപ്പോൾ ഞാനത് ഉപയോഗിക്കാൻ ചാൻസ് കുറവാണ്. ഇത് 180 വാട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഞാൻ എടുക്കുന്നില്ല, ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ കേസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം. കേസിൻ്റെ ഉള്ളിൽ ഇതിൽ ഞാൻ ഓൾറെഡി നല്ല റിങ്കേൻ്റെ നല്ല കേസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബ്ലാക്ക് കേസ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഷാമി 14 നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ബ്ലാക്ക് കേസാണ്. എന്താ പറയുക OnePlusൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇടുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി റിങ്കേൻ്റെ നല്ലൊരു ബ്രാൻഡഡ് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. റിങ്കേ നമുക്കറിയാം, റിങ്കേ സ്പീക്കറൊക്കെ സൗത്ത് കൊറിയൻ ബ്രാൻഡ് തന്നെയാണ്. കേസിനൊക്കെ അത്യാവശ്യം റേറ്റിനായിരിക്കും. എന്തായാലും 1,500 മുകളിൽ ഉണ്ടായിരിക്കും. 1,500 റേഞ്ചൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമുക്കൊരു യൂസർ മാനുവലും ഗൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതല്ലാണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്. എന്താ സിം ഇജക്ടർ ടൂളാണ്. അത് നമുക്ക് എന്തായാലും വേണ്ട. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കർ. കണ്ടു നിങ്ങളൊരു ഇതെന്തിനാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോൾസ് ഒക്കെ അടയ്ക്കാനാണ്. നിങ്ങളൊരു എന്താ പറയുക ഗം യൂസ് ചെയ്യുന്ന സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഒട്ടിച്ചിട്ട് വേണം അത് ആക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്ക്രീൻ നമ്മുടെ
പറയുമ്പോൾ IP69 ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ആ സാധനത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഡിസ്പ്ലേയുടെ ഉള്ളിലേക്കൊക്കെ ആ ഗമ്മ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മദർ ബോർഡും അതുപോലത്തെ അങ്ങനെ സംഭവങ്ങളൊക്കെ അടിച്ചു പോകും. അപ്പോൾ ഒരിക്കലും ഒന്നാമത് അങ്ങനത്തെ ഈ ഗ്ലൂ വരുന്ന സ്ക്രീൻ ഗാർഡ് ഉപയോഗിക്കാണ്ടിരിക്കാൻ എൻ്റെ നല്ല ബെസ്റ്റ് പരിപാടി. പിന്നെ ഇത് മൈക്രോ കർവ്ഡാണ്. നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ വരുന്ന എല്ലാ ചൈനീസ് ബ്രാൻഡുകളുടെയും മൈക്രോ കർവാണ്. അപ്പോൾ ഞാൻ അത് പൊട്ടിക്കാനുണ്ടാ. ഇത് പ്ലാസ്റ്റിക് ആക്കിയിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് പേപ്പറിൻ്റെയാണോ? ഇത് പേപ്പറാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉണ്ടോ നമ്മുടെ OnePlus 13. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടാ. എനിക്ക് തോന്നുന്നു എൻ്റെ ഐഫോണിൻ്റെ അത്രേ ഉള്ളൂ സാധനം. ഐഫോണിൻ്റെ 6.1 ഇഞ്ചുള്ളൂ, പക്ഷേ ഇത് 6.8 സംതിങ് ഉണ്ടേ. എന്നിട്ട് പോലും ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ സാംസങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം ഭയങ്കര വെയിറ്റ് കുറവാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യാട്ടാ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വെയിറ്റ് OnePlus 13 ഞാൻ വെയിറ്റ് കാര്യമായിട്ട് ഇത്രയ്ക്ക് കുറഞ്ഞ് വന്നത്. അതായത് നമുക്കറിയാം ബാറ്ററി ഓൾമോസ്റ്റ് 1000 mAh കൂടുതലാണ്, എന്നിട്ടാണ് നമുക്ക് ഈ വെയിറ്റിൽ സംഭവം വരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ. വെയിറ്റ് ഇത്രയ്ക്കും കുറഞ്ഞുണ്ടാവുമെന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല. അതിന് നമുക്ക് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ. എന്ന് വെച്ചാൽ 213 ഗ്രാമാണ്. അപ്പോൾ വെറുതെ ഇല്ല അതിനായിട്ട്. അപ്പോൾ സാംസങ്ങിനാട്ടും വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 213, 210 ഗ്രാം, ഓൾമോസ്റ്റ് 8.9 mm ആണ് സൈസിങ്ങാളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കാണാനുണ്ട്. ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിക്കറും കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റുകയാണ്. ഇതിപ്പോൾ 6000 mAh ഉണ്ടെന്ന് പറയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ പറയില്ല. എൻ്റെ ബാക്ക് ഡിസ്പ്ലേ അല്ല, ബാക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ OnePlus റീസെൻ്റ്ലി മാറ്റിയിട്ടുണ്ട്. അവർ ഈ ഇവിടേക്ക് വരുന്ന കണക്ഷനൊക്കെ എടുത്ത് കളഞ്ഞിട്ടായിരുന്നു 12 ഡിഫറൻസ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ബാറ്ററി ഉണ്ടായിരിക്കും. സ്ക്രീൻ ഗാർഡ് ഇൻബിൽഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ വേറെ ഒന്നും ഒട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഫസ്റ്റ് ഇനീഷ്യൽ ബൂട്ടിംഗ് ആണ്. അപ്പോൾ അതാ OnePlus ലോഗോ വന്നിട്ടുണ്ട്, പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ഇതിൽ നമുക്ക് കുറേ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 3 പോർട്ടുകൾ വരും. ഒരെണ്ണം മേലെ IR ബ്ലാസ്റ്ററാണ്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്, അത് കിടിലൻ സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് താഴെ Type-C പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ സാധനം ഹലോ നെവർ സെറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഇതെന്ത് ബ്രൈറ്റാ, രക്ഷയില്ല. നമുക്കിത് സെറ്റപ്പ് ചെയ്യാൻ എന്തായാലും. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ കാണിച്ചിട്ട് നമുക്ക് സിം എജക്ടർ ടൂളൊക്കെ ഇവിടെ തന്നെ വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വോളിയം കൺട്രോളും അതുപോലെ തന്നെ പവർ ബട്ടൺ സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാട്ടോ. ഞാൻ സംഭവം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ്, എനിക്കിത് ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. 6000 mAh ബാറ്ററി ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നത് മുമ്പത്തെ OnePlus 12-നെക്കാട്ടും സാധനം ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം നമ്മുടെ ഓക്സിജൻ OS-ന് ഭയങ്കര എന്താ പറയുക, ലേറ്റസ്റ്റ് ഓക്സിജൻ OS വന്നപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു എന്താ ആനിമേഷനും സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അത് ശരിക്കും നമുക്കിപ്പോൾ ഡിഫറൻസ് കാണുന്നുണ്ട്. ഞാനിപ്പോൾ അതുപോലെ തന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആക്കിയിട്ടുണ്ട് ഇതിലിട്ടാ. അപ്പോൾ ക്യുക്കാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ്. ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചിട്ട് ഞാൻ എന്തായാലും തീരെ ലൈറ്റ് മോഡിൽ ഇടാം, എന്താ വെച്ചാൽ അല്ലെങ്കിൽ അത് കാണില്ല. അമ്മാതിരി ബ്രൈറ്റ്നസ് തരുന്ന ഡിസ്പ്ലേ ആണ്. ഇതാണ്ടോ, ഒരു രക്ഷയില്ലാത്ത. ഇത് ഫ്ലാറ്റ് സ്ക്രീനാണ്. നമുക്ക് മൈക്രോ കർവിൻ്റെ എൻഡിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മൈക്രോ കർവ് മാത്രം എൻഡിങ്ങിൽ മാത്രമേ ഉള്ളൂ. അത് നല്ല പരിപാടി തന്നെയാണ്. എന്ന് വെച്ചാൽ നല്ല കർവിനായിട്ടും നല്ലതായിട്ടും ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ കാണാനും ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. ഇനീഷ്യൽ ഇംപ്രഷൻ രക്ഷയില്ല, കിടിലൻ ഇനീഷ്യൽ ഇംപ്രഷൻ. എനിക്കൊന്നും പറയില്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി മുമ്പ് OnePlus ഒക്കെ ഉപയോഗിക്കേണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ എൻ്റെ ബോക്സുകളൊക്കെ ഉണ്ട്. ഞാൻ അതിന് മുമ്പ് ഉപയോഗിച്ചത് OnePlus 11R ആയിരുന്നു. അതിന് ശേഷം ഞാൻ OnePlus എടുത്തിട്ടുണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ ഡിസ്പ്ലേ പേടിപ്പെടുത്തുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നല്ലോ. ഇതിൻ്റെ എത്ര നമുക്ക് റാമും സംഭവങ്ങളൊക്കെ എന്താ പറയുക ഫ്രീ വരുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ബാറ്ററി സംഭവം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനീഷ്യലി ഞാൻ ഇപ്പോൾ ബൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് കുറച്ച് നമ്മൾ ദിവസം യൂസ് ചെയ്തിട്ടൊക്കെ അത് കറക്റ്റായിട്ടുള്ള ബാറ്ററി പെർഫോമൻസും ബാക്കപ്പ് സംഭവങ്ങളൊക്കെ കാണിക്കുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഇനി ഇതിൽ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഏതാ വേരിയൻ്റ് എന്ന് കാണിച്ചു തരാം. ഇത് ഓക്സിജൻ OS 13 തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. iPhone 13 512 GB 223.8 GB യൂസ്ഡ് ആണ്. അപ്പോൾ ബാക്കി അത്രയും മെമ്മറി നമുക്ക് ലെഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ 6000 mAh സിലിക്കോൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 16 GB. 16 GB നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. 12 GB സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ വിർച്വൽ റാം ഒരു തട്ടിപ്പ് പരിപാടിയാണ്, വലിയ കാര്യമൊന്നുമില്ല. ഇത് വേറെ ജസ്റ്റ് ഗിമ്മിക്കാണ്. ക്യാമറാസ് നോക്കി കഴിഞ്ഞാൽ 32 MP ഫ്രണ്ട് ക്യാമറ വരിക. അതുപോലെ തന്നെ 50 ആണ് 3 ബാക്കിൽ വരുന്ന സംഭവം. ജസ്റ്റ് ഞാൻ ഇനീഷ്യൽ ഇംപ്രഷൻ കാണിച്ചാൽ അതിനുശേഷം നമുക്ക് 2-3 ദിവസം യൂസ് ചെയ്തിട്ട് അതിന് ബാക്കി പറയാം. അതുപോലെ തന്നെ സിസ്റ്റം കോർ ട്രിനിറ്റി എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ 17.32 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. മോഡൽ നെയിം CPH 2649 ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെക്ക് ചെയ്യുന്നില്ല. ഓൾറെഡി iPhone 15 തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ക്യാമറ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാമറ ഒരു ആപ്പൊക്കെ ചെറുതായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ AI ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അത് വേറെ കാര്യം.
എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറിൽ അത് ഭയങ്കരമായിട്ട് AI ബൂസ്റ്റ് ചെയ്യാനുള്ള NPU സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. GPU വരുന്ന പോലെ തന്നെ NPU ഭയങ്കര പവർഫുൾ ആണ്. അതാണ് നമുക്ക് മെയിൻലി നമ്മുടെ സ്നാപ്ഡ്രാഗൺ Gen 3 ആയിട്ട് മെയിൻ ഡിഫറൻസ് വരിക അവിടെയാണ്. AI കപ്പാബിലിറ്റി നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 നല്ല കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ക്യാമറ ആപ്പ് തുറന്നിട്ടുണ്ട്, അതിന് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഞാൻ ഇവിടെ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. ഇതാ ഭയങ്കര ക്യുക്കാണ് കേട്ടോ എൻ്റെ അമ്മോ. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ട്രൈ നോക്കി നോക്കാം. ജസ്റ്റ് ഹാസൽ ബ്ലാൻഡിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ വന്നു. കിഡിലൻ ഫോട്ടോ. ഒന്ന് ഇനീഷ്യൽ ഇംപ്രഷൻ ഒരു രക്ഷയില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. കണ്ടു, ഒരു രക്ഷയില്ല കേട്ടാ. പറയുമ്പോൾ ഞാൻ ആക്ച്വലി ആകെ ഒരു ലൈറ്റേ വെച്ചിട്ടുള്ളൂ. ഇനി സ്റ്റുഡിയോ ലൈറ്റ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇവിടുത്തെ നരച്ച ചെറിയൊരു മുടിയുള്ളത് കറക്റ്റായിട്ട് കാണാൻ കണ്ടു. നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ നമ്മുടെ ഹൈ എൻഡ് ഫോണിൻ്റെ ഒക്കെ നിങ്ങൾക്കറിയാം 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസേഴ്സുകളാണല്ല നമ്മുടെ ഷോമി 14 പോലെ തന്നെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഇനി ഇതൊരു എന്താ പറയുക കുറച്ചും കൂടി റിവ്യൂ പോലെ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ നമുക്കിവിടെ നമ്മുടെ എന്താ പറയുക വളരെ ഹൈലൈറ്റ് സാധനം ബട്ടൺ. അപ്പോൾ ഇതിൽ 3 വരുന്നുണ്ട്: റിങ്, സൈലൻറ്റ്, നോർമൽ, വൈബ്രേറ്റ് മോഡ്, റിങ്. അപ്പോൾ 3 അതിൽ വരുന്നുണ്ട്. അത് നല്ല ടാക്ടൈലാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ശരിക്കും സാധനം പിടിച്ചിട്ട് 6000 mAh ശരിക്കും എനിക്ക് തോന്നുന്നത് 3500 നമ്മുടെ ഇപ്പോൾ ഈ ഐഫോണിലൊക്കെ ഓൾറെഡി ക്യാമറ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നത് 3000 സംതിങ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ കപ്പാസിറ്റി. എന്ന് വെച്ചാൽ 6.1 ഇഞ്ചിൻ്റെ സംഭവമാണല്ലോ. അപ്പോൾ അത്രയും ഒരു സൈസ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് നമുക്ക് ഇതിൽ തോന്നുള്ളൂ കേട്ടോ. അതാണ് എനിക്ക് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന സംഭവം. അപ്പോൾ ഇതിൽ കേസ് ഇട്ടാലും വലിയ ഞാനിപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക റിങ്കേൻ്റെ ഒരു കേസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അവരുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രണ്ടിലും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് അങ്ങനെ ഇടാം. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ഇൻബിൽഡ് കേസ് ഇടുന്നില്ല. ഇതാണ് അതിൻ്റെ കേസ് വരുന്നുണ്ട്. നല്ല പ്രൊട്ടക്ഷൻ, ഡ്രോപ്പ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് ഇടാം. ആ പരിപാടിയും കഴിച്ചേക്കാം. എങ്ങനെയാണ് ലുക്കും കാര്യങ്ങളൊക്കെ വരാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ വൈറ്റ് കളർ വാങ്ങിക്കാം, അല്ലെങ്കിൽ ബ്ലൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ബ്ലൂ എനിക്ക് തോന്നുന്നത് ഡെലിവറി കുറച്ച് ലേറ്റാന്ന് തോന്നുന്നുണ്ട്, അതല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ആനിമേഷനൊക്കെ കണ്ടു, ചിങ് 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 ചിങ്, ഭയങ്കര സ്മൂത്ത് ഇട്ടാ. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക സെറ്റ് ഇതിൽ ബ്ലോട്ട് വോയിസും സംഭവമൊന്നുമില്ല. OnePlusൻ്റെ ഗുണം അതാണ്, ഓക്സിജൻ വോയിസിൻ്റെ ഗുണം അതാണ്. പറയുമ്പോൾ നമ്മുടെ കളർ വോയിസ് ആയിട്ട് ഒരു 99.9% സിമിലറാണ്. പക്ഷേ ഇതിൽ ബ്ലോട്ട് വോയിസും സംഭവമൊന്നുമില്ല. ഒപ്പോൻ്റെ ഫോണൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ബ്ലോട്ട് വോയിസും കാണുന്ന കാര്യം. ഇതിലാകെ ബ്ലോട്ട് വോയിസ് പറയാനുള്ളത് ആകെ നമ്മുടെ എന്താ പറയുക നെറ്റ്ഫ്ലിക്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. വേറെ ഒരൊറ്റ സംഭവമില്ല, വേറെ ഒറ്റ ആപ്പില്ല. ബാക്കിയെല്ലാം ഗൂഗിളിൻ്റെ ആപ്പുകളും അതുപോലെ തന്നെ OnePlusകളുടെ ആപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒറ്റ ബ്ലോട്ട് വോയിസ് ഇല്ല. അപ്പോൾ അതും എടുത്ത് പറയേണ്ട ഒരു OnePlusൻ്റെ ഒരു ഹൈ എന്താ പറയുക ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ നമ്മൾ അൺബോക്സിംഗ് കാണാനൊക്കെ ചെയ്ത് കാണിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഞാനൊരു ഇനീഷ്യൽ റിവ്യൂ കാണാനൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പറയുക നിങ്ങൾക്കൊരു എന്താ പറയുക ഫോണിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വേറെ വീഡിയോ നമ്മുടെ മെയിൻ ചാനൽ നമ്മുടെ മെയിൻ ചാനൽ ഇതാണ്. അതായത് നമ്മുടെ 3ാമത്തെ ചാനൽ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് GH വേൾഡ് തുടങ്ങിയത്. അതിൽ നമ്മൾ ടെക് വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലും നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടുപോകുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളൊരു ക്യാമറ ഫോൺ 75,000 രൂപയുടെ താഴെ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ സമയത്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GH വേൾഡ് കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. നമ്മൾ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണാം.